إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ച് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വയമെന്ന പോലെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതൊരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെയും പൂർണ്ണ വിജയത്തിന് നല്ല മുന്നൊരുക്കം ആവശ്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം തീരുമാനിച്ചാൽ അതിൻ്റെ ദിവസം തീരുമാനിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരുങ്ങിത്തുടങ്ങും. ഒരു വിദ്യാർത്ഥിക്ക് പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതാനുണ്ടെങ്കിൽ അതേ മാതൃകയിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ കണ്ടെത്തി പരീക്ഷയൊന്ന് എഴുതി നോക്കി ആ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങുക എന്നത് സാമർഥ്യമുള്ള ഓരോ വിദ്യാർത്ഥിയും ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നുണ്ട് എന്നറിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ഒരുങ്ങി തയ്യാറായി കാത്തു നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. ഇതുപോലെ റമളാനിനെ സ്വീകരിക്കാനിരിക്കുന്ന നമുക്ക് നല്ല ഒരു മുന്നൊരുക്കത്തിന്റെ അവസരമാണ് ഇന്ന് മഗ്രിബോടുകൂടി നാം പ്രവേശിക്കാനിരിക്കുന്ന ശഅബാൻ മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റമളാനിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യപടിയായി, ആദ്യ കവാടമായി ശഅബാനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ശഅബാനുമായി ബന്ധപ്പെട്ട ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന സിയാമ ശഅബാൻ കത്തംരീനി അലാ സിയാമി റമളാൻ. ശഅബാനിലെ നോമ്പ് റമളാനിലേക്കുള്ള നോമ്പിന്റെ ഒരു പരിശീലന കളരിയാണ്. ലിഅല്ലാ യദ്ഖുല ഫീ സൗമി റമളാന അലാ മശക്കത്തിൻ വകുൽഫ. പ്രയാസത്തോടുകൂടി, ബുദ്ധിമുട്ടോടുകൂടി റമളാനിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കമാണ് ശഅബാനിലൂടെ അവൻ സ്വീകരിക്കുന്നത്. ബൽ ഖദ് തമറന അല സിയാമി വഅതാദഹു. അവൻ ശഅബാനിൽ തന്നെ നോമ്പ് നോൽക്കുമ്പോൾ, അത് ശീലിക്കുമ്പോൾ, പതിവാക്കുമ്പോൾ, വവജദ ബിസിയാമി ശഅബാന ഖബ്ലഹു ഹലാവത സിയാമി വലദ്ദതഹു. ശഅബാനിലൂടെ തന്നെ നോമ്പിന്റെ മാധുര്യം ആസ്വദിക്കാൻ അവന് സാധിക്കുമ്പോൾ ഫയദ്ഖുലു ഫീ സിയാമി റമളാൻ. റമളാനിലെ നോമ്പിലേക്ക് അവൻ പ്രവേശിക്കും ബിഖുവത്തിൻ വനശാത്ത്. ശാരീരിക ക്ഷമതയോടെ,
മാനസിക ഉന്മേഷത്തോടെ റമദാനിലേക്ക് കയറാൻ അവന് സാധിക്കും എന്നാണ്. അഥവാ ഒരു പരിശീലന കളരിയായിട്ടാണ് ശഅബാൻ മാസത്തെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നർത്ഥം. സഹോദരങ്ങളെ, പ്രതീക്ഷയോടെ പരീക്ഷയ്ക്കൊരുങ്ങി കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥിയെപ്പോലെ, കൃഷി ഇറക്കും മുമ്പ് മണ്ണ് പാകപ്പെടുത്തുന്ന കർഷകനെ പോലെ റമദാനിലേക്കുള്ള മണ്ണ് പാകപ്പെടുത്താൻ ഈ ശഅബാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം മുഴുവനായും നോമ്പെടുത്തത് റമദാനിൽ മാത്രമാണെങ്കിൽ, റമദാൻ കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഏറ്റവും അധികം നോമ്പെടുത്തത് ശഅബാൻ മാസത്തിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലം യകുനി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ. ശഅബാനിനേക്കാളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പുകൾ എടുത്ത മറ്റൊരു മാസവുമില്ല. ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹ്. മുഴുവനായും നോമ്പെടുക്കുന്നുണ്ടോ എന്ന് തോന്നുമാറ് ശഅബാനിൽ അവിടുന്ന് നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ തഖൂൽ ഹത്താ നഖൂൽ ലാ യുഫ്തിറു വയുഫ്തിറു ഹത്താ നഖൂൽ ലാ യസൂം ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹരിൻ ഇല്ലാ റമളാൻ. റമളാനിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും ഒരു മാസം മുഴുവനായും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വമാ റഅയ്തു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. എന്നാൽ പിന്നീട് റമളാൻ കഴിഞ്ഞാൽ ഇത്രയധികം നോമ്പെടുക്കുന്നത് ശഅബാനിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, കാന യസൂമു ശഅബാന കുല്ലഹ് കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ അല്പം ദിവസമൊഴികെ മറ്റു ദിവസങ്ങളിലെല്ലാം നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ ആ കാര്യം ഓർമ്മപ്പെടുത്തുകയും തന്റെ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവിട്ടാനുള്ള അവസാനത്തെ അവസരമായി അതിനെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്കാണല്ലോ കൂടുതൽ നോമ്പ് നഷ്ടപ്പെടാൻ സാധ്യത. നമുക്ക് കഴിഞ്ഞ റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പുകളുണ്ടെങ്കിൽ ഈ റമളാനിന് മുമ്പ് നോറ്റുവീട്ടാനുള്ള അവസാനത്തൊരു മാസമായി, അവസാനത്തൊരു അവസരമായി ഈ ശഅബാനിനെ നാം കാണണം എന്നർത്ഥം. എന്തുകൊണ്ടാണ് ഈ ശഅബാൻ മാസത്തിന് ഇത്രയധികം മഹത്വമുണ്ടായത്, പ്രാധാന്യമുണ്ടായത്? ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു, ഞാൻ ഒരിക്കൽ ചെന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിൽ അങ്ങുന്ന് നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും ഇത്രയധികം സുന്നത്ത് നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ പ്രവാചകരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് രണ്ട് കാരണങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത്. വിശ്വാസികളെ, ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇന്നും ശഅബാനിൽ കൂടുതൽ നോമ്പെടുക്കാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെടണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്താണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത രണ്ട് കാരണങ്ങൾ? ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു, ദാലിക ശഹ്റുൻ, ഉസാമ, അതൊരു മാസമാണ്, യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള ആ മാസത്തിൽ ആളുകൾ പൊതുവെ അശ്രദ്ധരാണ്. ഇനി പൊതുവെ നോമ്പുകളൊക്കെ റമളാനിലാണ് ആളുകൾ അനുഷ്ഠിക്കുക. അതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു മാസമാണ് ശഅബാൻ മാസം. റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള ശഅബാൻ ഉണ്ടല്ലോ, ആളുകൾ പൊതുവെ വിസ്മരിക്കുന്ന, അശ്രദ്ധരാകുന്ന മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു, ഉസാമ വഹുവ ശഹ്റുൻ, അതൊരു മാസമാണ്, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിങ്കലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാത്ത ഒരു മാസമാണ് ഇന്ന് മഗ്രിബോട് കൂടി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന ശഅബാൻ. രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വർഷത്തിലൊരിക്കൽ നമ്മുടെ അമലുകൾ റബ്ബിങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ഒന്നുകൂടി പറഞ്ഞു, ഫഉഹിബ്ബു അയ്യുർഫഅ അമലി വഅന സ്വായിം. എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ ഒരു നോമ്പുകാരനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ അമലുകൾ റബ്ബിങ്കിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ എന്റെ നോമ്പ് കൂടി ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്ന്
തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം എന്താണ്? ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു മാസമാണ്. പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറഞ്ഞു, അന്നന്നാസ യഗ്ഫുലൂന അൻഹാ വയസ്തഗ്ലിഊന അൻഹാ. ആളുകൾ പൊതുവെ മറ്റു കാര്യങ്ങളിൽ ശുഗ്ലിലാകുന്ന, ഈ മാസത്തെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സമയമാണ് ഉണ്ടാകാറുള്ളത്. വലാ യതഫറഗു ലഹാ ഇല്ലാ അഫ്റാദ്. വളരെ വിരളമായ എണ്ണപ്പെട്ട ഒറ്റപ്പെട്ട ആളുകളല്ലാതെ ഈ മാസത്തിൽ ശ്രദ്ധിക്കാറില്ല എന്നതാണ്. ഇസ്ലാമിൽ ഒരു പൊതു നിയമമുണ്ട്. ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാത്തത് കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്നതാണ് ആ ഖായിദ, ആ നിയമം. ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാത്ത അദബുകൾ, ആളുകൾ പൊതുവെ ചെയ്യാത്ത ഇബാദത്തുകൾ, ആളുകൾ പൊതുവെ ചെയ്യാത്ത നമസ്കാരങ്ങൾ, ആളുകൾ പൊതുവെ ചെയ്യാത്ത നോമ്പുകൾ അനുഷ്ഠിക്കുന്നവരായോ ആരോ നിർവഹിക്കുന്നവരാരോ അവർക്ക് അല്ലാഹു കൂടുതൽ പ്രതിഫലം കൊടുക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഒരിക്കലും ഈ മാസത്തിൽ അശ്രദ്ധരാകാൻ പാടില്ല. ഭൗതിക വിഷയങ്ങളിൽ അതീവ താല്പര്യവും ശ്രദ്ധയും കാണിക്കുന്ന നമ്മൾ പരലോക വിഷയത്തിൽ അശ്രദ്ധരായാൽ നമുക്കായിരിക്കും ഏറ്റവും വലിയ നഷ്ടം ലഭിക്കുന്ന ആളുകളെ കുറിച്ച് 30-ാം അധ്യായം സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചപ്പോ അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ 7-ാമത്തെ വചനത്തിൽ തന്നെ ആരാണ് നഷ്ടക്കാരെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച വചനമാണത്. 30-ാം അധ്യായം 7-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞു, യഅലമൂന ളാഹിറം മിനൽ ഹയാത്തിദ് ദുനിയാ. ഇഹലോകത്തെ ഭൗതിക ലോകത്തെ പ്രകടമായ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി വെച്ചു, അവർക്കറിയുമായിരുന്നു. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. പക്ഷേ പരലോക വിഷയങ്ങളിൽ അവർക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല. റബ്ബിന്റെ അടുക്കൽ നഷ്ടം ബാധിക്കുന്ന, നരകം ലഭിക്കുന്ന, സ്വർഗം നഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് യഅലമൂന ളാഹിറം മിനൽ ഹയാത്തിദ് ദുനിയാ. ഐഹിക ജീവിതത്തിലെ പ്രകടമായ കാര്യങ്ങളെല്ലാം അവർക്കറിയുമായിരുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറഞ്ഞ ഗൗരവമുള്ള ചില കാര്യങ്ങളുണ്ട്. മുഫസ്സിറുകൾ പറയുകയാണ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഭൗതികമായി എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം അവർ പഠിച്ചെടുക്കും. അവർക്കറിയാത്തത് ചോദിച്ചവർ പഠിക്കും. അവർക്ക് കമ്പ്യൂട്ടർ അറിയും, അവർക്ക് അതുപോലെ തന്നെ കെമിസ്ട്രി അറിയും, ഫിസിക്സ് അറിയും, ബയോളജി അറിയും, അവർക്ക് സ്പോർട്സ് അറിയും, രാഷ്ട്രീയം അറിയും. മുഫസ്സിറുകൾ പറയുകയാണ്, അവർക്ക് ഇതൊക്കെ പഠിക്കാൻ അവർ സമയം കണ്ടെത്തും. പക്ഷേ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. പരലോക വിഷയങ്ങളിൽ അവർക്ക് ശ്രദ്ധയില്ല. നിസ്കരിക്കാൻ അവർക്ക് സമയമില്ല, ജമാഅത്തിന് വരാൻ അവർക്ക് സൗകര്യമില്ല, ഖുർആൻ ക്ലാസ്സിന് അവർ എത്തുന്നില്ല, അതിനൊന്നും അവർക്ക് സമയമില്ല. അവർ ശ്രദ്ധയില്ലാതെ പരലോക വിഷയങ്ങളിൽ ശ്രദ്ധിക്കാതെ പോവുകയാണ് എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം കാണാം. ഇന്നല്ലാഹ യുബ്ഗിറു. അല്ലാഹു വളരെയധികം വെറുപ്പ് കാണിക്കും. അല്ലാഹുവിന് വലിയ ദേഷ്യമാണ്. ആരോട്? കുല്ല ജഅലരിയിൻ ജവാലിൻ സഹാബിൻ ബിൽ അസ്വാഖ്. പരുഷ സ്വഭാവികളായ, കഠിന ഹൃദയം പേറുന്ന, എല്ലാവരോടും പോയി തർക്കിക്കുന്ന, അങ്ങാടികളിൽ ഒച്ചയുണ്ടാക്കി നടക്കുന്ന മനുഷ്യർ. ജീഫത്തും ബില്ലയിൽ ഹിമാരിൻ ബിന്നഹാർ. പകലിൽ കഴുതുകളെ പോലെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, രാത്രിയിൽ ഇബാദത്തില്ലാതെ കിടന്നുറങ്ങുന്ന, ജഡം പോലെ കിടന്നുറങ്ങുന്നവർ. റസൂലുള്ള പഠിപ്പിക്കാണ്, ചില മനുഷ്യരുണ്ട്, അവരിങ്ങനെ പരുഷ സ്വഭാവികളാണ്, കഠിന ഹൃദയം പേറുന്നവരാണ്, എല്ലാവരോടും തർക്കിക്കുന്നവരാണ്, അങ്ങാടികളിൽ ശബ്ദമുണ്ടാക്കി നടക്കുന്നവരാണ്, പകലിൽ പാടുപെട്ട് പണിയെടുക്കുന്നവരാണ്, രാത്രിയിൽ അന്ത്യം ഉറങ്ങുന്നവരാണ്, ഇബാദത്തില്ലാത്തവരാണ്. എന്നിട്ട് പറയുകയാണ്, ആലിമിൻ ബി അംരി ദുനിയാ ജാഹിലിൻ ബി അംരിൽ ആഖിറ. ഇഹലോകത്തെ വിഷയത്തിൽ അറിവുള്ളവരാണവർ, പരലോക വിഷയത്തിൽ അജ്ഞരാണവർ, വിവരമില്ലാത്തവരാണവർ. അവരെ അല്ലാഹുവിന് വെറുപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള നല്ല നല്ല കാര്യങ്ങളിൽ നമ്മൾ മുഴുകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ വദൂനൽ ജഹരി മിനൽ ഖൗൽ ബിൽഗുദൂവി വല്ലാസ്വാൽ. രാവിലെയും വൈകുന്നേരവും ശബ്ദം ഉറക്കയാക്കാതെ, വളരെ പതുക്കെയാക്കാതെ, റബ്ബിനെ ഓർത്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ഭയപ്പാടോടുകൂടി, വിനയത്തോടുകൂടി, കീഴ്വണക്കത്തോടുകൂടി നിങ്ങൾ ഇബാദത്തുകളിൽ മുഴുകിക്കോ. എന്നിട്ട് അല്ലാഹു പറയാണ്,
വലാ തകും മിനൽ ഗാഫിലീൻ, വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരിൽ പെട്ടുപോകരുത്, ശ്രദ്ധിക്കാത്തവരിൽ നിങ്ങൾ ഉണ്ടാകരുത്. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ നിന്ന്, ശ്രദ്ധിക്കാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാത്ത ഇബാദത്തുകൾ നാം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിഫലം അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജ് കഹിജറത്തിൻ ഇലയ്യ. ആളുകളിൽ ധാരാളം ഫിത്നകൾ നടന്ന്, കൊലപാതകങ്ങൾ നടന്ന്, എല്ലായിടത്തും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ഇബാദത്തുകൾ ചെയ്യുന്നവർ എന്റെ അടുക്കലേക്ക് ഹിജറ വന്നവനെ പോലെ കൂലി വാങ്ങുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പഠിപ്പിച്ചു, അൽ മുതമസ്സിഖു ബിസുന്നതി ഇൻദ ഇഖ്തിലാഫി ഉമ്മതി കൽ ഖാബദി അലൽ ജംർ. വ്യത്യസ്ത വീക്ഷണങ്ങളും വിവിധ അഭിപ്രായങ്ങളും നിലനിൽക്കുമ്പോഴും അതിലേതാണ് സത്യമെന്ന് കണ്ടെത്തി എന്റെ ചര്യയെ മുറുകെ പിടിക്കുന്നവൻ കയ്യിൽ തീക്കനൽ പിടിച്ചവനെ പോലെ റബ്ബിങ്കൽ കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരാൾ നമസ്കരിക്കുന്ന ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിഫലമുള്ള നമസ്കാരം രാത്രി നമസ്കാരമാണ്. എന്തേ കാരണം? പൊതുവെ ആളുകൾ നിസ്കരിക്കാത്തൊരു നിസ്കാരമായതുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൂടുതൽ കൂലി കൊടുക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ്. പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരം നിർവഹിക്കണം. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന മിൻകും, നിങ്ങളെ മുമ്പുള്ള ആളുകളുടെ തന്നെ പതിവാണത്. വഹുവ ഖുർബത്തുൻ ലക്കും ഇലാ റബ്ബിക്കും, നിങ്ങൾ റബ്ബിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന കർമ്മമാണത്. വമുകഫിറത്തുൽ ലിസയ്യിആത്ത്, നിങ്ങളുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണത്. വമൻഹാതും അനിൽ ഇസ്മ, തിന്മകളിൽ നിന്ന് നിങ്ങളെ തടയുന്ന വജ്രായുധമാണ് രാത്രി നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? സുബ്ഹിന് മുമ്പുള്ള രണ്ടാണ്. എന്തേ കാരണം? സുബ്ഹ് തന്നെ സമയത്ത് നിർവഹിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ പിന്നെ സുബ്ഹിന് മുമ്പുള്ള രണ്ടു കൂടി നിർവഹിക്കാൻ തയ്യാറാകുന്നവന് റക്അത്താ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ സുബ്ഹിന് മുമ്പ് നമസ്കരിക്കുന്ന ആ രണ്ടില്ലേ, റക്അത്താ അൽ ഫജ്ർ, ഫജ്റിന്റെ മുമ്പുള്ള രണ്ട്, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം നിർവഹിക്കുന്നവർ കുറവാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആളുകൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ, ആളുകൾ പൊതുവെ ചെയ്യാത്ത കാര്യങ്ങൾ കൂടുതൽ താല്പര്യത്തോടുകൂടി ചെയ്യണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് കർമ്മം ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് എന്നാണ്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. റബ്ബിങ്കലേക്ക് കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന, ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ശഅബാൻ. റബ്ബിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് 3 രീതിയിലാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 2 തവണ, ഒരു ദിവസം 2 തവണ നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തേത്, ആഴ്ചയിൽ 2 തവണ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. മൂന്നാമത്തേത്, വർഷത്തിലൊരിക്കൽ ശഅബാനിൽ നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും ഓരോ ദിവസവും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ. പകലിലെ മലക്കുകളും രാത്രിയുടെ മലക്കുകളും, പകലിൽ ഉത്തരവാദിത്തമുള്ള മലക്കുകളും രാത്രിയിൽ ഉത്തരവാദിത്തമുള്ള മലക്കുകളും ഊഴമനുസരിച്ച് മാറി മാറി വരും. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ. അസ്റിന്റെ സമയത്തും സുബ്ഹിന്റെ സമയത്തും അവർ തമ്മിൽ കണ്ടുമുട്ടും. പകലിന്റെ മലക്കുകൾ അസ്റിന് പോയിട്ടില്ല, രാത്രിയുടെ മലക്കുകൾ അപ്പോഴേക്കും എത്തിയിട്ടുമുണ്ട്. അസ്റിന്റെ സമയത്ത് ഇരുവിഭാഗം മലക്കുകളും കണ്ടുമുട്ടും. സുബ്ഹിന്റെ സമയത്ത് രാത്രി ഉത്തരവാദിത്തമുള്ള മലക്കുകൾ പോയിട്ടില്ല, പക്ഷേ പകലിൽ ഉത്തരവാദിത്തമുള്ള മലക്കുകൾ എത്തിയിട്ടുമുണ്ട്. അവർ തമ്മിൽ ആ സമയത്തും കണ്ടുമുട്ടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുമ്മ യഅർജുൽ ലദീന ബാതു ഫീകും. രാത്രി കഴിച്ചുകൂട്ടിയ മലക്കുകൾ സുബ്ഹിന് റബ്ബിങ്കലേക്ക് എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ പോരുമ്പോൾ എന്റെ അടിമകൾ എങ്ങനെയായിരുന്നു? ഫയഖൂലൂൻ, അവർ പറയുമത്രേ, തറഖ്നാഹും വഹും യുസല്ലൂൻ,
വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവിടുന്ന് പോരുമ്പോഴും അവർ നമസ്കാരത്തിലാണ്, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും അവർ നമസ്കാരത്തിലാണ്. അവർ സുബ്ഹിലും അസ്റിലുമാണ്. ആ സമയത്ത് പകലിന്റെ മലക്കുകൾ പകലിലെ കർമ്മങ്ങളും രാത്രിയുടെ മലക്കുകൾ രാത്രിയുടെ കർമ്മങ്ങളും റബ്ബിലേക്ക് പ്രദർശിപ്പിക്കുമെന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്നാണ് ഇസ്ലാം നമ്മെ അറിയിച്ചിട്ടുള്ളത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുഅറദു അഅമാലുൻ നാസി ഫീ കുല്ലി ജുമഅത്തിൻ മറത്തൈൻ. ഓരോ ആഴ്ചയിലും 2 തവണ ഇബാദിന്റെ അടിമകളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതാണ്. ജനങ്ങളുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് 2 ദിവസം ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നതാണ്. യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്. അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. എന്നിട്ട് റസൂലുള്ളാഹി ഒരു കാര്യം കൂടി ചേർത്തി പറഞ്ഞു, ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ. എല്ലാ മുഅ്മിനീങ്ങൾക്കും ആ 2 ദിവസവും അമലുകൾ ഉയർത്തപ്പെടുന്ന വ്യാഴവും തിങ്കളും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ അബ്ദൻ ബൈനഹു വബൈന അഖീഹി ഷഹ്നാ. ഒരാളുടെ അവന്റെ സഹോദരന്റെയും ഇടയിൽ വിദ്വേഷമുണ്ടെങ്കിൽ ഒഴികെ, 2 ആളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പാപം പുറത്തു കൊടുക്കുകയില്ല. ഫയുഖാൽ, അവരോട് പറയപ്പെടും, ഉത്റുകൂ ഹാദൈനി ഹത്താ യഫീആ. അവർ 2 പേരും നന്നായി വരുന്നതുവരെ അവരുടെ കർമ്മങ്ങൾ എനിക്ക് വേണ്ട, അവരുടെ പാപങ്ങൾ ഞാൻ പൊറുക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും എന്നാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സിൽ വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, ഇണങ്ങി ജീവിക്കുന്ന മുഅ്മിനീങ്ങളാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, 3-ാമത്തേത് വർഷത്തിലൊരിക്കലുള്ള ഉയർത്തലാണ്. അതാണ് ശഅബാനിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ മാസം റബ്ബിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശഅബാനിനെ ആ നിലക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മിക്ക ആളുകളും ഇതിനൊന്നും തയ്യാറാകുന്നില്ല എന്നത് ആർക്കാണ് നിഷേധിക്കാനാവുക? മഹാനായ അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, വകാന അംർ ഇബ്നു ഖൈസ് ഇദാ ദഖല ശഅബാൻ. അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് ശഅബാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഗ്ലക ഹാനൂതഹു വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ പാരായണത്തിൽ മുഴുകുകയും തന്റെ കച്ചവടം അദ്ദേഹം നിർത്തുകയും ചെയ്യും. സുഹൃത്തുക്കളെ, അതിനൊന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും കച്ചവടം നിർത്താതെ തന്നെ ഒന്ന് ഖുർആൻ, ഒരു മുസ്ഹഫ് നമ്മുടെ കടയിലേക്കൊന്ന് കൊണ്ടുപോകാൻ, നമ്മുടെ ഓഫീസിലേക്കൊന്ന് കൊണ്ടുപോകാൻ, നമ്മുടെ കാറിൽ ഒരു കോപ്പി വെച്ച് ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് ഓതാൻ, സാധ്യമല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്ന്, ആൻഡ്രോയിഡ് ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് ഓതാൻ മുഅ്മിനീങ്ങളെ, ആ സലഫുകളുടെ മാതൃകയാക്കുന്ന സലഫികളെ നമ്മൾ തയ്യാറാകേണ്ടതില്ലേ? അതുകൊണ്ട് ഇബാദത്തുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മാസമാണ് നമുക്ക് പ്രവേശിക്കാനിരിക്കുന്ന മാസം. അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് മാലോകരോട് പറയുമായിരുന്നു, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ. തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ. റമളാനിന് മുമ്പേ മനസ്സ് നന്നാക്കുന്നവന് ആശംസകളുണ്ട്, ആശീർവാദങ്ങളുണ്ട്. റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ മനസ്സൊക്കെ ശുദ്ധമാക്കി പാകപ്പെടുത്തി കാത്തിരിക്കുന്ന മനുഷ്യരെ, നിങ്ങൾക്ക് ആശംസകൾ, നിങ്ങൾക്കാണ് മംഗളം എന്ന് അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് വിളിച്ചു പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ശഅബാൻ ഒരവസരമാണ് എന്ന് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പെടുത്ത മാസമായിരുന്നു ശഅബാൻ മാസമെന്നും അതിന്റെ കാരണമായി അവിടുന്ന് പഠിപ്പിച്ച പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുമാണ്
ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയത്. നമുക്ക് നോറ്റുവീട്ടാൻ നോമ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ ഒരു റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ അവ പൂർത്തീകരിക്കുക എന്നതും നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള അവസാന അവസരമാണ് ഈ വരുന്ന മാസം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ പൊതുവെ ചെയ്യാത്തത് ചെയ്യുന്നവർക്ക് കൂടുതൽ കൂലി കിട്ടുന്നത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം ഇശാ നമസ്കാരത്തിന് ശേഷം സുബ്ഹിന് മുമ്പ് എപ്പോഴുമാകാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനമായ ശ്രേഷ്ഠകരമായ സമയം രാത്രിയുടെ 1/3 ബാക്കിയാകുന്ന സന്ദർഭമാണ് എന്ന് പഠിപ്പിച്ചത് നമുക്കറിയാം. അവിടുന്ന് പ്രത്യേകം പറയുമായിരുന്നു, ഇനിസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക അസ്സഅ ഫകുൻ. ആ സമയത്ത് അല്ലാഹുവിനെ ഓർക്കുന്നവനാകാൻ നിനക്ക് കഴിയുമെങ്കിൽ ആയിക്കോ. ആ സമയത്ത് റബ്ബിനെ ഓർക്കുന്നവരിൽ ഉൾപ്പെടാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തോ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാത്തൊരു സമയമായതുകൊണ്ടാണ് ആ സമയം റബ്ബിനെ ഓർക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അതിനെ കൂടുതൽ അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചത് എന്ന് മുഹദ്ദിസുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായും ആളുകൾ ചെയ്യാത്തത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒന്ന്, പലരും ചെയ്യാത്തത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകും എന്നതാണ്. രഹസ്യമായി ചെയ്യുന്നൊരു ഇബാദത്തായി കൂടുതൽ ആളുകൾ ചെയ്യാത്ത, അറിയാത്ത, കാണാത്ത ഒരു സമയത്ത് ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു രഹസ്യ സ്വഭാവം വരികയും അത് കൂടുതൽ പ്രതിഫലാർഹമായി തീരുകയും ചെയ്യുന്നു എന്നതാണ്. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞത്, സ്വാഭാവികതയിൽ നിന്നു മാറി മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്നവനായി അവൻ മാറും എന്നതാണ്. കുറെ ആളുകൾ ചെയ്യുമ്പോൾ, എല്ലാവരും ഒന്നിച്ചാകുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായി സ്വാഭാവികതയിലൂടെ അങ്ങനെ ചെയ്തു പോകും. എന്നാൽ പൊതുവെ ആളുകൾ ചെയ്യാത്തത് ചെയ്യുന്നവർ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നതാണ് രണ്ടാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. മൂന്നാമതായി പറഞ്ഞത്, എപ്പോഴും നന്മ ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞ ആ കുറഞ്ഞ പേരിൽ നിനക്ക് ഉൾപ്പെടാൻ സാധിക്കുമെന്നതാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ്. വഖലീലും മിൻ ഇബാദിയ ശകൂർ. എന്റെ അടിമകളിൽ എന്നോട് നന്ദി കാണിക്കുന്നവർ വളരെ വിരളമാണ്, വളരെ കുറവാണ് എന്ന് പറഞ്ഞ കുറഞ്ഞ പേരിൽ നിനക്ക് ഉൾപ്പെടാൻ സാധിക്കും. ഫഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. എന്റെ ദൃഷ്ടാന്തങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ വളരെ കുറവാണ്, അധികം ആളുകളും ശ്രദ്ധിക്കാത്തവരാണ് എന്ന് പറഞ്ഞ ശ്രദ്ധിക്കാത്തവരിൽ നിന്നു മാറി ശ്രദ്ധിക്കുന്നവരിൽ നിനക്ക് ഉൾപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ശ്രദ്ധിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗ്ഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. വരുന്ന ശഅബാനിനെയും തുടർന്ന് വരുന്ന റമളാനിനെയും ഒക്കെ സ്വീകരിക്കാനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും നീ ഞങ്ങൾക്ക് മനസ്സ് പാകപ്പെടുത്തി തരണം റഹ്മാനെ. അതിനുള്ള അറിവും കഴിവും ഒഴിവും പ്രാപ്തിയും ശേഷിയും ശേംഷിയും നീ പ്രദാനം ചെയ്യണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.